നമസ്തേ ഗംഗാ മാം. നമുക്കൊരുപാട് കുറവുണ്ടാവും. അത് കണ്ടിട്ട് ചില നമ്മുടെ ബന്ധുക്കളും, ചില സുഹൃത്തുക്കളും, നമ്മുടെ മക്കൾ പോലും അല്ലെങ്കിൽ പേരൻസ് പോലും നമ്മളെ കുറ്റപ്പെടുത്താം. ഞാനൊരു പരിഹാരത്തിന് പോയി ബാംഗ്ലൂര്. ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുള്ള ഒരു എനർജി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി കുട്ടീനെ. ബോഡി ഷെയ്മിങ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കുറ്റപ്പെടുത്തി അവൾ സഹിച്ചു. പക്ഷേ അവളുടെ മാതാപിതാക്കളും അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ 12 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. അപ്പം നമ്മുടെ കുറവുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ ബന്ധുക്കളാണ്. ആ കുറവുകളെ നിജപ്പെടുത്തി വളർത്തിയെടുക്കാൻ അവർ സഹായിക്കേണ്ട ആൾക്കാർ തന്നെ അവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുമ്പോൾ അവരുടെ ഹൃദയത്തിനുള്ള വേദന അവരാരോട് പറയും? അവർക്ക് ഒരുപാട് കുറവുകളും പരിമിതികളും ഉണ്ടായിരിക്കാം. പക്ഷെ ആ കുറവുകളും പരിമിതികളും മറ്റൊരാളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാവാതെ നിങ്ങളിൽ ഏതെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. ആ കഴിവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി സച്ചിയുടെ കൂടെ വന്നപ്പോൾ ഈ സ്ത്രീ ഏകദേശം 44-ാമത്തെ വയസ്സിലാണ് ഞാൻ സച്ചിയുടെ അടുത്ത് വരുന്നത്. സച്ചിയുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് കേൾക്കാത്തതായിട്ട് ഇനി ഒന്നുമില്ല. ചീത്ത പേരിൻ്റെ അങ്ങേ തല വരെ എത്തി. എൻ്റെ ബന്ധുക്കളും മക്കളും മിത്രങ്ങളും എല്ലാവരും ഒറ്റപ്പെടുത്തി. കുറ്റപ്പെടുത്തേണ്ടതിൻ്റെ അങ്ങേയറ്റത്തെ കുറ്റപ്പെടുത്തലുകളും നടന്നു. ഞാനപ്പോൾ നിശബ്ദമായിട്ടിരുന്നു. ഒന്നിനോടും പ്രതികരിക്കാൻ പോയില്ല, ആരോടും പ്രതികരിക്കാൻ പോയില്ല. പക്ഷേ ഇതൊരു കാര്യമുണ്ട്, എൻ്റെ കഴിവിനും എനിക്ക് രാഗിയെടുക്കുക, നമ്മൾ ആയുധരാകണ പോലെ എൻ്റെ ഓരോ കഴിവുകളെയും പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെ 5 പാട്ടുണ്ടായി. രചന, സംഗീതം എല്ലാം ഞാൻ തന്നെ. 2 പാട്ട് ഞാൻ പാടി. ബാക്കി നമ്മുടെ മധു ബാലകൃഷ്ണൻ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംഗീത കലാകാരനാണ് മധു ബാലകൃഷ്ണൻ. അദ്ദേഹത്തിനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചു. വേറെ 2 പിള്ളേരെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് കുറവുണ്ടായിരിക്കാം, ഒരുപാട് പോരായ്മ ഉണ്ടായിരിക്കാം. ആ പോരായ്മകളിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കണ്ടെത്തി രാഗി മിടുക്കിയെടുക്കുക. നന്ദി, നമസ്തേ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.